നമസ്കാരം. വിനായക ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 മാർച്ച് 3 അസ്തമിച്ച് ബുധനാഴ്ച ചിങ്ങം രാശിയിൽ കേതുഗ്രഹസ്ഥ ചന്ദ്രഗ്രഹണം നടക്കും. ഈ ചന്ദ്രഗ്രഹണം 4 രാശിക്കാരുടെ ജീവിതത്തിൽ രാജയോഗം കൊണ്ടുവരും. ഈ ദിവസം രാഹു കടന്നു പോകുന്ന കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൽ സൂര്യൻ സ്പർശിക്കുകയും കേതു സഞ്ചരിക്കുന്ന പൂരം നക്ഷത്ര സമൂഹത്തിലൂടെ സഞ്ചരിച്ച് പൂരം നക്ഷത്രത്തെ സ്പർശിക്കുകയും ചെയ്ത് ചന്ദ്രൻ കടന്നു പോവുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു സൗരയൂഥ പ്രതിഭാസമാണ് ഈ ചന്ദ്രഗ്രഹണം. ഈ ചന്ദ്രഗ്രഹണം ഭാരതത്തിൽ ദൃശ്യമല്ല. ഗ്രഹണം നടന്ന് 48 മണിക്കൂർ വരെ ഭൗമാന്തരീക്ഷത്തിലും പ്രതലത്തിലും അന്തർഭാഗത്തും തുലനാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം ജീവജാലങ്ങൾക്ക് അസ്വസ്ഥതകൾ നേരിടാവുന്നതാണ്. ഗ്രഹണത്തിൽ നേരിട്ട് പങ്കാളികളാകുന്ന പൂരം, ചതയം, അവയുടെ അനുജന്മ നക്ഷത്രങ്ങളായ ഭരണി, പൂരാടം, തിരുവാതിര, ചോതി, അവയുടെ വേദനക്ഷത്രങ്ങളായ അത്തം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഗ്രഹണം പ്രതികൂല ഫലങ്ങൾ നൽകും. അതിനാൽ ഇവർ ചന്ദ്രഗ്രഹണം മുതൽ 3 ദിവസം ക്ഷേത്ര ദർശനം നടത്തിയോ സ്വഭവനത്തിലിരുന്നോ ശിവഭജനം നടത്തുന്നത് ഉത്തമമാണ്. 2026 മാർച്ച് 3 സംഭവിക്കാൻ പോകുന്ന ഈ ചന്ദ്രഗ്രഹണം 4 രാശിക്കാരുടെ ജീവിതത്തിൽ രാജയോഗമാണ് കൊണ്ടുവരുന്നത്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി തുലാം രാശി. രാശിചക്രത്തിലെ 7-ാമത്തെ രാശിയായ തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ്. ഈ ചന്ദ്രഗ്രഹണത്തിൽ തുലാം രാശിക്കാർക്ക് ലക്ഷ്മി യോഗമാണ് ലഭിക്കാൻ പോകുന്നത്. ഇത്രയും നാളായി തുലാം രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളും കടബാധ്യതകളുമെല്ലാം പ്രശ്നങ്ങളും ഈ ഒരു ചന്ദ്രഗ്രഹണത്തോടെ മാറിക്കിട്ടുന്നതാണ്. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. തടസ്സങ്ങൾ മാറി കാര്യപുരോഗതി ഉണ്ടാകും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കും. ബിസിനസ്സിൽ പണച്ചിലവ് അധികരിക്കും. ദമ്പതികൾ ഒന്നിച്ച് യാത്രകൾ നടത്തും. തൊഴിൽ രംഗത്ത് നിന്ന് അവധിയെടുത്ത് പുണ്യസ്ഥല സന്ദർശനം നടത്തും. പുതിയ പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയമാണ്. ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും. ബന്ധുക്കളുമായുള്ള അകൽച്ച അവസാനിക്കും. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സിൽ പ്രവേശനം ലഭിക്കാവുന്നതാണ്. കലാകായിക രംഗത്ത് നേട്ടങ്ങളുണ്ടാകും. ദോഷശമനത്തിനായി വിഷ്ണു ഭജനം നടത്തുക. നിത്യേന വീട്ടിൽ വിഷ്ണു ഭജനം നടത്തുക. കഴിയുമെങ്കിൽ സാധുജനങ്ങൾക്ക് അന്നദാനം നടത്തുകയും വേണം. രണ്ടാമതായി വൃശ്ചികം രാശിയാണ്. വൃശ്ചിക രാശിക്കാരുടെ സംബന്ധിച്ച് ഈ ചന്ദ്രഗ്രഹണം വലിയ സൗഭാഗ്യമാണ് വരുന്നത്. ഇവർക്ക് പുതിയ ജോലികളിൽ പ്രവേശിക്കുവാൻ അവസരമൊരുങ്ങും. അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കം അവസാനിക്കും. സകുടുംബ യാത്രകൾ നടത്തും. കൂടാതെ തൊഴിൽ സംബന്ധമായ യാത്രകളും വേണ്ടിവരും. ആഗ്രഹങ്ങൾ നിറവേറും. രോഗദുരിതങ്ങളിൽ നിന്ന് ശമനമുണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും. ദോഷശമനത്തിനായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ സ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ജപം നടത്തുന്നത് ഉത്തമമാണ്. മൂന്നാമത്തേതായി മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാരുടെ അധിപൻ സൂര്യനാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് ഈ ചന്ദ്രഗ്രഹണം ഇവർക്ക് വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹണമായിരിക്കും. ഇവർക്ക് ഗൃഹാന്തരീക്ഷത്തിൽ നിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ഏറ്റെടുത്ത പ്രവൃത്തികളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളുണ്ടാകും. കൂടാതെ മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാം. പരുക്ക്, രോഗദുരിതം എന്നിവ മൂലം ജോലിയിൽ നിന്നും വിട്ടുനിന്നിരുന്നവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അലർജി പിടിപെടാതെ സൂക്ഷിക്കുക. ജന്മനക്ഷത്ര നാളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം ചെയ്യാവുന്നതാണ്. ദിവസവും വീട്ടിൽ ഗണപതി അഷ്ടോത്തര ജപം നടത്തുക. നാലാമത്തേതായി മീനം രാശിയാണ്. രാശിചക്രത്തിലെ 12-ാമത്തെ രാശിയാണ് മീനം. ഇവരുടെ അധിപൻ വ്യാഴമാണ്. ഈ ചന്ദ്രഗ്രഹണത്തോടെ മീനം രാശിക്കാരുടെ എല്ലാ കടബാധ്യതകളും തീരുന്നതാണ്. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച ലാഭം ഉണ്ടാകുന്നതാണ്. ബന്ധുജന ഗുണം വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടയാകും. മനസ്സിൽ നിലനിന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകും. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. ഭവന നിർമ്മാണം പൂർത്തീകരിക്കും. രോഗാവസ്ഥയിൽ കഴിയുന്നവർ സുഖം പ്രാപിക്കും. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് താൽക്കാലിക ജോലി സ്ഥിരപ്പെടും.
അപരിചിതരിൽ നിന്ന് ചതി നേരിടുവാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ദോഷശമനത്തിനായി ഗണപതി ഭജനം നടത്തുക. ഭവനത്തിൽ ഗണപതി സങ്കല്പത്തിൽ ഭജിക്കുക. ജന്മനാളിൽ ഗണപതി ഹോമം നടത്തുക.